പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ എന്നുള്ള പേര്. ആ പേര് ഇന്ന് രാവിലത്തോടു കൂടി അത് അവസാനിച്ചു. എന്താണ് തോന്നുന്നു ചോദിച്ചാൽ, ഒരു വാർത്താവതാരകനും ശ്രോതാക്കളും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? നല്ല ഭാഷയിൽ ലളിതമായ ശൈലിയിൽ ആളുകളിലേക്ക് വാർത്ത എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് ഒരു സക്സസ്ഫുൾ ന്യൂസ് റീഡർ. അത് കാണുമ്പോൾ എനിക്ക് ഒരുതരം വല്ലായ്മ തോന്നാറുണ്ട്. എന്തിനീയുള്ള അപ്പോൾ ഈ ശ്രീമതി എന്ന പ്രയോഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയാൻ പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് റേഡിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ റേഡിയോ ഒരു ആഗ്രഹിച്ച് വന്ന ഒരു ജോലി തന്നെയാണോ? ഈ ആകാശവാണിയുടെ സ്റ്റുഡിയോയ്ക്ക് അന്നൊക്കെ കയറുന്ന സമയത്ത് വളരെ ഹൃദ്യമായൊരു ഗന്ധമുണ്ട്. സിറാജ് ലൈവിലേക്ക് സ്വാഗതം. മലയാളികളെ വാർത്ത കേൾക്കാൻ പഠിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ മനസ്സിലും ആദ്യം എത്തുന്ന ഉത്തരം റേഡിയോ എന്നാകും. കാരണം നമ്മൾ വാർത്തകൾ വായിച്ചു തുടങ്ങിയ ലോകത്ത് നിന്ന് വാർത്തകൾ കേട്ടുകൊട തുടങ്ങിയ ലോകത്തേക്ക് നമ്മൾ നയിച്ചത് ആകാശവാണിയാണ്. ആ ആകാശവാണി അതേ പ്രതാപത്തിൽ ഇന്നും തുടരുന്നുണ്ട്. ഡിജിറ്റൽ വിപ്ലവം ഈ മാധ്യമ ഫീൽഡിൽ നടക്കുമ്പോൾ, ചാനലുകളുടെ വിപ്ലവം നടക്കുമ്പോൾ അതിനിടയിലും ആകാശവാണി സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഈ ദിവസം നമ്മളോടൊപ്പം ചേരുന്നത് ഒരു വിശിഷ്ടാതിഥിയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ആകാശവാണിയിലൂടെ മലയാളികളുടെ ഹൃത്തടങ്ങളിലേക്ക് വാർത്തകളുമായി കടന്നു ചെന്ന അനിൽ ചന്ദ്രൻ. മലബാറുകാർക്കും തെക്കൻ കേരളത്തിലുള്ളവർക്കും മധ്യ കേരളത്തിലുള്ളവർക്കൊക്കെ ഒരുപോലെ അറിയാവുന്ന ഒരു വാർത്താവതാരകൻ. അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ നമ്മളുമായി മനസ്സ് പങ്കുവെക്കുകയാണ്. സ്വാഗതം സാർ. മലബാറുകാരുടെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഇപ്പോഴും പലയിടങ്ങളിലും ആകാശവാണി. ഒരുപക്ഷെ അത് റേഡിയോ സെറ്റിൽ നിന്നായിരിക്കില്ല ഇപ്പോൾ കേൾക്കുന്നത്, പക്ഷെ പലപ്പോഴും മൊബൈൽ ഫോണുകളിൽ നിന്നൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ രാവിലെ കേൾക്കുന്ന ഒരു ശബ്ദമാണ് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ എന്നുള്ള പേര്. ആ പേര് ഇന്ന് രാവിലത്തോടു കൂടി അത് അവസാനിച്ചു. ഇനി ആ പേരില്ല. സാറ് എല്ലാ ദിവസവും ഇപ്പൊ നമുക്കറിയാം, എനിക്ക് കൂടി ആകാശവാണി പരിചയമുള്ളത് കൊണ്ട് അറിയാം, സാറിന്റെ ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് പുലർച്ചെയാണ്. 3 മണിക്കും 4 മണിക്കും ഓട്ട് ടൈം. നമ്മളെല്ലാവരും ദൃഢമായ നിദ്രയിലായിരിക്കുന്ന സമയത്ത് ജോലിക്ക് പ്രവേശിക്കുന്ന ഒരു ശീലമാണ് കഴിഞ്ഞ 30 വർഷമായിട്ടുള്ളത്. നാളെ മുതൽ അതില്ല. എന്താണ് തോന്നുന്നത്? എന്താണ് തോന്നുന്നു ചോദിച്ചാൽ, ഞാനിപ്പോൾ ഞങ്ങളുടെ ഒരു സെൻഡ് ഓഫ് പാർട്ടി ഉണ്ടായിരുന്നു ഓഫീസിലെ. അവരോട് പകുതി തമാശയും പകുതി കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ നാളെ രാവിലെ ഞാൻ ന്യൂസ് റൂം തുറക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടാവും. അതെൻ്റെ ശീലമായി പോയി. കഴിഞ്ഞ 30 വർഷത്തെ ശീലമായി. അത് ഞാൻ മനസ്സ് വളരെ ബലപ്പെടുത്തിയാലേ എനിക്ക് ആ ശീലം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പൊ രാവിലെ അറിയാതെ എഴുന്നേറ്റ് ഓഫീസിലേക്ക് പോകുമോ? ഏതായാലും വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാം. രാവിലെ എഴുന്നേറ്റ് ഞാൻ പോയിട്ടുണ്ടാവും, വിളിക്കണം എന്ന് പറഞ്ഞാൽ. അതെ അതെ അതെ. കാരണം അത് നമ്മുടെ സാധാരണ ജോലിക്രമത്തിന് വളരെ വ്യത്യസ്തമാണല്ലോ. ഒരു 30 വർഷമായിട്ട് തുടർച്ചയായിട്ട് അത് കണ്ടിന്യൂ ചെയ്തു പോരാണല്ലേ? അതെ അതെ. ഇപ്പൊ കോഴിക്കോട് സ്റ്റേഷനിലായിട്ട് 30 വർഷമായി. കോഴിക്കോട് സ്റ്റേഷനിലായിട്ട് 29 വർഷവും കുറെ മാസങ്ങളായി. സാർ ആദ്യമായിട്ട് ഡൽഹിയിൽ നിന്നാണ് വാർത്ത വായിച്ചു തുടങ്ങുന്നത്. ആ ദിവസം ഓർക്കുന്നുണ്ടോ? ദിവസം കൃത്യമായി ഓർക്കുന്നില്ല. ഞാൻ 1995 ഒക്ടോബർ 19 അവിടെ ചേരുന്നത്. ചേർന്ന് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ വാർത്ത വായിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ചെന്നതിന്റെ പിറ്റേന്ന് തന്നെ അന്ന് അവിടുത്തെ മലയാള വിഭാഗം മേധാവിയായിരുന്ന ഗോപൻ എക്കാലത്തെയും മഹാനായ വായനക്കാരൻ, അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാൽ പോയി വായിച്ചോളൂ എന്ന് പറഞ്ഞ് പേപ്പറിന്റെ കെട്ടെടുത്ത് കയ്യിൽ തന്നു. അന്ന് ശരിക്കും ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാനിതൊക്കെ ഒന്ന് കണ്ടു പഠിച്ചോട്ടെ, നിങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു പഠിച്ചിട്ട് ഞാൻ വായനയിലേക്ക് നീങ്ങാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഒരാഴ്ച സമയം തരാം, അതിനുള്ളിൽ എല്ലാം ഒന്ന് വശമാക്കി വെക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, അദ്ദേഹം തമാശ രൂപത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരാഴ്ചക്ക് ശേഷം എനിക്ക് വായിക്കേണ്ടി വന്നു. അതാണ് ഇപ്പോൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ആകാശവാണിയുടെ ഒരു സിഗ്നേച്ചർ ശബ്ദമാണ് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നതിൽ ചന്ദ്രൻ എന്നുള്ളത്. അപ്പം മലബാറിൽ ആയാലും കേരളത്തിലുടനീളം വളരെ വലിയൊരു സ്വീകാര്യത ആ ശബ്ദത്തിനുണ്ട്. ഒരു വാർത്താവതാരകനും ശ്രോതാക്കളും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? ശരിക്ക് നല്ല ഭാഷയിൽ ലളിതമായ ശൈലിയിൽ ആളുകളിലേക്ക് വാർത്ത എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് ഒരു സക്സസ്ഫുൾ ന്യൂസ് റീഡർ. ഞാൻ എപ്പോഴും ഭാഷയുടെ കാര്യത്തിൽ
വളരെ ശ്രദ്ധാലുവാറുണ്ട്. ശരിക്കും ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചില ഉച്ചാരണങ്ങൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഭാഷാ ഉച്ചാരണം, ചില വാക്കുകളുടെ ഉച്ചാരണമൊക്കെ എപ്പോഴും നിങ്ങൾ കളിയാക്കി പറയാറുണ്ടല്ലോ, അതൊക്കെ എൻ്റെ ഉള്ളിലും ഉണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ അവിടുത്തെ ഒരു സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ ഞാനും അങ്ങനെ തന്നെ സംസാരിക്കും. പക്ഷേ ന്യൂസ് റൂമിൽ കയറി കഴിയുമ്പോൾ എനിക്ക് ആ ഭാഷ വഴങ്ങില്ല. കുറച്ചുകൂടി ഒരു മാനക ഭാഷയിലേക്ക് നീങ്ങാനാണ് എനിക്കിഷ്ടം. മാത്രമല്ല, പണ്ട് ചെയ്തിരുന്ന ചില ജോലികളുടെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ഭാഗങ്ങളിൽ ജോലി ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ എല്ലാ ഭാഷയിൽ നിന്ന് അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാർത്ത എഴുത്തിനെയും വാർത്ത വായനയെയും വലിയൊരളവിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനത് പറയുമ്പോഴാണ്, ഇപ്പോൾ നമ്മൾ ന്യൂസ് റൂമിൽ ഇരുന്ന് വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഉള്ള എന്തിനാണ് എന്ന് സാർ എപ്പോഴും ചോദിക്കും. അപ്പൊ തുടക്കത്തിലൊക്കെ സാർ ഇത് പറയുമ്പോൾ നമ്മളും കരുതുക ഉള്ള നമ്മൾ പ്രയോഗിക്കുന്നല്ലേ, എന്താണ് കുഴപ്പമെന്ന്. പിന്നെയാണ് ഈ ഉള്ള ശരിക്കും ഒരു ആവശ്യമില്ലാത്ത, അല്ലെ, മലയാള ഭാഷയിൽ അത്ര തന്നെ ഒരു ഭംഗിയുള്ള ഒരു വാക്കല്ല, അല്ലെങ്കിൽ അനാവശ്യമായിട്ടാണ് പലയിടത്തും. അത് ശരിയാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മളെ മാധ്യമ ഭാഷയിൽ ഒരു വാചകത്തിൽ 4 or 5 ഉള്ള ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഉള്ള അവിടെ ഉണ്ടാവും. അത് കാണുമ്പോൾ എനിക്ക് ഒരുതരം വല്ലായ്മ തോന്നാറുണ്ട്. എന്തിനീ ഉള്ള? നമ്മൾ ആ ഉള്ള അങ്ങ് മാറ്റിക്കഴിഞ്ഞാലും വാചകത്തിന് ഒരു കുഴപ്പമില്ല, അർത്ഥം നന്നായി മനസ്സിലാകും. പിന്നെ ഈ 2 അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിനും അതിൻ്റെതായൊരു സമയം വേണം. ഒരു വാചകത്തിൽ തന്നെ 4 or 5 ഉള്ളയുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന വിലപ്പെട്ട സമയം അത് രക്ഷിച്ചെടുക്കാൻ കൂടെ നമുക്ക് പറ്റും. പിന്നെ ഭാഷയിൽ നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഉള്ള എന്ന ഊന്നുവടി ഉപയോഗിക്കുന്നത്. ഉള്ള ശരിക്കൊരു ഊന്നുവടിയാണ്. നമ്മൾക്ക് നമ്മുടെ ആശയവിനിമയം പൂർണ്ണമാകാതിരിക്കുമ്പോൾ അതിന് ഒരു താങ്ങായിട്ടാണ് പലപ്പോഴും ഉള്ള കയറി വരുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് കുട്ടിക്കൃഷ്ണമാരാർ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഉള്ള എന്ന വാക്ക് അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദീർഘകാലം ഒരു പ്രൂഫ് റീഡർ ആയിരുന്നല്ലോ മാതൃഭൂമിയിലൊക്കെ. അപ്പോൾ അദ്ദേഹം അക്കാലത്ത് തന്നെ ഭാഷയുടെ ഈ ദോഷം കണ്ടെത്തുകയും ഇത് പരമാവധി കുറച്ച് ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പല ലേഖനങ്ങളിലും അതുണ്ടായിരുന്നതാണ്. പക്ഷെ ആരും അത് കണക്കാക്കുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ഈ പരിശോധിക്കുന്ന വാചകങ്ങളിലെല്ലാം ഉള്ള മാറ്റിക്കഴിഞ്ഞാലും ഒരു അർത്ഥവ്യത്യാസവും ഉണ്ടാവാറില്ല. ഒന്നുകൂടി മനോഹരമാകും. കാരണം ക്രിസ്പ്, അതായത് കൂടുതൽ ക്രിസ്പി, ന്യൂസ് ലാംഗ്വേജ് വളരെ ക്രിസ്പി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇത്രയും അനാവശ്യമായ അക്ഷരങ്ങൾ നമുക്ക് നീക്കിക്കളയാൻ പറ്റും. ഇപ്പം റേഡിയോ ഭാഷകളുടെ കാര്യം എടുക്കുമ്പോൾ, ഇപ്പം നമ്മൾ റേഡിയോയിൽ അടുത്ത കാലം വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പം ശ്രീ നരേന്ദ്രമോദി, ശ്രീ പിണറായി വിജയൻ, അല്ലെങ്കിൽ ശ്രീമതി സോണിയാഗാന്ധി, ഈ രൂപത്തിലൊരു വിശേഷണം എല്ലാ പേരുകൾക്കും മുന്നിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാറാണ് ആ ഒരു വിശേഷണം എടുത്ത് കളയണം എന്ന് ശാഠ്യം പിടിക്കുകയും ആ രീതിയിൽ ഇതിനെ പരിഷ്കരിക്കുകയും ചെയ്തതെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരുപാട് ശാഠ്യം പിടിച്ചിട്ടുണ്ട്. അത് പലർക്കും അതിനോട് യോജിക്കാൻ കഴിയാത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശ്രീമതി എന്ന പ്രയോഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, മിക്ക വാർത്താ ബുള്ളറ്റിനിലും 10 or 30 പ്രൊമിനൻറ്റ് പേഴ്സണാലിറ്റികളുടെ പേര് പറയാറുണ്ട്. ആ പേരിനൊക്കെ മുൻപിൽ നമ്മൾ ശ്രീ അല്ലെങ്കിൽ ശ്രീമതി ചേർക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എത്രയോ സമയനഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. മാത്രമല്ല, നല്ലൊരു ശതമാനം ആളുകൾക്ക് ശ്രീ എന്ന വാക്ക് ഉച്ചരിക്കാൻ അറിഞ്ഞുകൂടാ, അല്ലെ ശ്രീ അങ്ങനെ ശ്രീ എന്ന ഒരു ഉച്ചാരണമാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അത് ശ എന്ന അക്ഷരത്തിന് രേഫം ചേർക്കുമ്പോഴാണ് ശ്രീ ആയിട്ട് മാറുന്നത്. പക്ഷെ എല്ലാവരും സ എന്ന അക്ഷരത്തിന്റെ കൂടെയാണ് ഈ രേഫം ചേർക്കുന്നത്. അതെ, ശ്രീ എന്നാണ് പറയുന്നത്. പിന്നെ വേഗം കൂട്ടി വായിക്കുന്ന സമയത്ത് ഇതേ പ്രശ്നം വരും. ആ ശ്രീ എന്നുള്ള പ്രയോഗം ശരിക്ക് പുറത്തേക്ക് വരില്ല. ഉച്ചരിക്കുന്നത് ശരിയാണെന്ന് ഉള്ളിൽ തോന്നുമെങ്കിലും പുറത്തേക്ക് വരുന്നത് മറ്റൊരു ശബ്ദമായിട്ടായിരിക്കും. അതൊരു കാര്യമാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് മൊഴിമാറ്റം ചെയ്യുമ്പോഴാണ് ഈ മിസ്റ്ററും മിസ്സിസോ കയറി വരുന്നത്. കാരണം ഇംഗ്ലീഷ് ഭാഷയിൽ ഏതൊരു വ്യക്തിയായാലും, ഒരു ക്രിമിനൽ ആണെങ്കിൽ പോലും
പേരിന് മുമ്പ് മിസ്റ്റർ ചേർക്കണം. അത് അല്ലെങ്കിൽ അത് ആ ഭാഷയുടെ ഒരു ഭാഷയുടെ ഒരു രീതിയാണ്. ഗ്രാമർ അങ്ങനെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഫോർമലായ ഒരു ഭാഷയാണല്ലോ അതെ ഇംഗ്ലീഷ്. അതെ. അപ്പൊ അതിൽ ഏറ്റവും മോശക്കാർക്ക് പോലും അദ്ദേഹം അല്ലെങ്കിൽ ആ ഭാഷയിൽ ശ്രീയും ശ്രീമതി ഐ മീൻ മിസ്റ്ററും മിസ്സസും ഉണ്ട്. ഇത് സാറ് വായിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ ഇങ്ങനെ തന്നെയാണോ? അല്ല, അത് പിന്നീട് കയറി വന്ന അപ്പൊ നമ്മള് ഈ ഒരു വാർത്താ വായനക്കാരനായി ജോലിയിൽ പ്രവേശിച്ച സമയത്ത് ഒന്നും നമ്മുടെ വാക്കുകൾ ആരും കേൾക്കില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും ഈ ശ്രീയും ശ്രീമതിയും ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സഹപ്രവർത്തകരുമായിട്ട് പലപ്പോഴും ഈ കാര്യം സംസാരിക്കും. അപ്പോൾ ആദ്യമൊക്കെ അവർ പറഞ്ഞു, അയ്യോ അതങ്ങനെ മാറ്റാൻ പറ്റില്ല, നമ്മൾ 10-50 വർഷം ആയില്ല ഈ വാർത്താ പ്രക്ഷേപണം തുടങ്ങിയിട്ട്, നമ്മൾ ആ കാലം മുതൽ കൊടുത്തു വരുന്നൊരു കാര്യമാണ്. അതെ അതെ. അപ്പൊ നമ്മൾ അന്ന് തൊട്ട് കൊടുത്തു വരുന്നൊരു കാര്യമാണ്. അത് നമ്മളായിട്ട് മാറ്റിമറിക്കാൻ നിൽക്കണ്ട. അത് നമ്മുടെ ഈ മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെയാണ്. തമിഴിൽ അങ്ങനെയാണ്, തെലുങ്കിൽ അങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും ഈ നമ്മളുടെ ഉച്ചാരണ വൈകല്യം, പലപ്പോഴും ഉണ്ടാകുന്ന വൈകല്യം ഒഴിവാക്കാനും ഒക്കെ ഇത് സഹായകമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ കുറേശ്ശെ ഈ ഓരോ ദിവസവും സ്ലോ പോയിസണിങ് പോലെ കുറേശ്ശെ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അവസാനം അവർക്കും തോന്നി അതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല എന്ന്. അപ്പോൾ ആദ്യം ഒരു കോംപ്രമൈസ് ആണ് വന്നത്. നമുക്ക് പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി പോലെയുള്ള VIP-കൾക്ക് അവരുടെ പേരിന് മുൻപ് ഈ ശ്രീമതി കൊടുക്കാം, ഈ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അത്രയെങ്കിലും അത്ര ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതുമായിട്ട് കോംപ്രമൈസ് ചെയ്തു. പിന്നീട് ഈ പറഞ്ഞതുപോലെ കുറേശ്ശെ അറിയാതെ എന്നവണ്ണം ചിലരുടെ ശ്രീമതി ഒഴിവാക്കി, ചിലരുടെ ശ്രീ ഒഴിവാക്കി. അങ്ങനെ വരുമ്പം അവരും അത് കണ്ടില്ലെന്നങ്ങ് നടിക്കും. അങ്ങനെ അതെ വളരെ പതുക്കെ പറ്റുള്ളൂ. കാരണം ഈ മാറ്റങ്ങളോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കാത്ത ഒരു സമൂഹമാണ് മാധ്യമങ്ങൾ. അതിൽ തന്നെ ഏറ്റവും യാഥാസ്ഥിതിക മാധ്യമമാണ് റേഡിയോ. അവർക്ക് ഉണ്ടാക്കിയൊരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിന് അപ്പുറത്തേക്കും പോവില്ല, ഇപ്പുറത്തേക്കും പോവില്ല. ആ ട്രാക്കിലൂടെ കൂടി മാത്രമേ പോവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾക്ക് മാത്രം വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് കേട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പതുക്കെ ശ്രമിക്കുക. അങ്ങനെ ശ്രമം ഒരു പരിധി കഴിയുമ്പോൾ മറ്റുള്ളവർ നിവൃത്തികേടുമുണ്ടെങ്കിലും അതിനോട് ചെറിയ രീതിയിൽ സഹകരിക്കും എന്നുള്ളതിന് തെളിവാണ് ഇക്കാര്യം. ഇപ്പൊ റേഡിയോ ലാംഗ്വേജ് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ആകാശവാണിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഉച്ചാരണത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ പ്രാധാന്യം ആകാശവാണി കൊടുത്തു. ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഉച്ചാരണം തെറ്റിപ്പോയാൽ ഫൈൻ വരെ ഈടാക്കുന്ന. ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതായത് ശരിയായ ഉച്ചാരണം ശ്രോതാക്കൾ എത്തിക്കുക എന്നുള്ളത് ആകാശവാണി വാർത്തകളുടെ ഒരു ബാധ്യതയാണ്. അവര് കേൾക്കുന്നത് നല്ല ഭാഷയായിരിക്കണം. നല്ല ഭാഷ കേൾക്കുന്ന സമൂഹത്തിന് നല്ല രീതിയിൽ നമ്മളോട് സംവദിക്കാൻ പറ്റും, അത് ഉൾക്കൊള്ളാൻ കഴിയും. നമ്മൾ തെറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതാണ് ശരിയെന്ന് കേൾവിക്കാർ വിശ്വസിച്ചു പോകും. ഇപ്പൊ ഉദാഹരണമായിട്ട് വിദ്യാർത്ഥി എന്ന വാക്ക് പലപ്പോഴും മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആൾക്കാർ പോലും വിദ്യാർത്ഥി എന്ന വാക്കിനെ ശരിയായ രീതിയിൽ ഉച്ചരിക്കാറില്ല. അതുപോലെ തിരിച്ച് മൂന്നാമത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം മൂന്നാം, പിന്നെ അല്ലെങ്കിൽ അത് ആർത്തിയായി പോകും, വിദ്യാർത്ഥി എന്നൊക്കെ ആയിപ്പോവും. അധ്യാപകൻ എന്ന വാക്ക്, ആ വാക്കും ഒന്നുകിൽ അധ്യാപകൻ അല്ലെ അധ്യാപകൻ, വളരെ കടുപ്പിച്ചങ്ങ് ഉച്ചരിക്കും, അതിന്റെ ആവശ്യമില്ല. അപ്പോൾ അതുപോലെയുള്ള ഉച്ചാരണ പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ട് മാധ്യമ ഭാഷയിൽ. റേഡിയോ ഭാഷകൾ പലപ്പോഴും പത്രഭാഷകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. കാരണം നമ്മൾ വായിക്കുന്നത് പോലെ നമുക്ക് കേൾക്കുന്നത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലാംഗ്വേജിന്റെ ശൈലി എങ്ങനെയാണ് രൂപപ്പെട്ടത്? അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു പ്രിന്റ് മീഡിയയിൽ നമ്മളൊരു വാർത്ത വായിക്കാൻ നമുക്ക് സംശയം തോന്നിയാൽ പിറകോട്ട് പോവാം. റേഡിയോ കേൾക്കുന്ന ഒരാൾക്ക് ഒരു സംശയം തോന്നിയാൽ പിറകോട്ട് പോകാൻ ഇപ്പൊ സാധ്യതകളുണ്ട്, പണ്ടൊരു സാധ്യതയും ഇല്ലല്ലോ. ആ ഒരൊറ്റ നമ്മള് വാക്ക്മാനോ ടേപ്പ് റെക്കോർഡറോ ഒക്കെ ഉള്ള കാലത്ത് അത് റെക്കോർഡ് ചെയ്തൊക്കെ കേൾക്കണം. അതൊന്നും അന്ന് അത്ര പോപ്പുലറും അല്ല. അപ്പൊ ആ കാലത്തൊക്കെ കുറേം കൂടി ജാഗ്രത ഈ കാര്യങ്ങളൊക്കെ പുലർത്തേണ്ടതുണ്ടായിരുന്നു. അത് വളരെ ജാഗ്രത പുലർത്തിയ ആൾക്കാരാണ് മുൻകാല ന്യൂസ് റീഡർമാര്. അത് ഈ റേഡിയോ ഭാഷയ്ക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ സാധിക്കണം. അത് നമ്മളെല്ലാം ഈ മാധ്യമ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളോട്
അവരുടെ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ കാര്യം ഇതാണ്: ലളിതമായ ഭാഷ ഉപയോഗിക്കണം. കുറഞ്ഞ വാക്കുകളിൽ അർത്ഥം നമുക്ക് കേൾവിക്കാരിലേക്ക് എത്തിക്കാൻ കഴിയണം. ഇത് പല അധ്യാപകരും പറയുന്ന കാര്യമാണ്. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിൽ ഒരുപാട് പേർക്ക് പിഴവ് സംഭവിക്കാറുണ്ട്. ഈ വലിയ വലിയ നെടുങ്കൻ വാചകങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ചെത്തിക്കാൻ പലപ്പോഴും ന്യൂസ് റീഡർക്ക് കഴിയില്ല. ഇനി അഥവാ അത് വായിക്കാൻ കഴിഞ്ഞാൽ പോലും മുറിക്കേണ്ടാത്ത ഭാഗത്ത് മുറിക്കും, അല്ലെങ്കിൽ ഒരു മുറിക്കേണ്ട ഭാഗത്ത് മുറിക്കാതിരിക്കും. ഇങ്ങനെ വരുമ്പോൾ അർത്ഥം തന്നെ മാറിപ്പോകുന്ന അവസ്ഥകൾ ധാരാളമാണ്. ഇപ്പോൾ സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം വളരെ മനോഹരമാണ്. അദ്ദേഹം ഗഹനമായ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗത്തിൽ നമ്മളിലേക്ക് പകർന്നു തരുന്നുണ്ട്. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ നെടുനീളൻ വാചകങ്ങൾ, അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും. എങ്കിൽ പോലും നമുക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ കുറച്ചു നേരം കഴിയുമ്പം എന്താണ് തുടങ്ങി വെച്ചതെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. അതായത് തലയും വാലും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അത്തരൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഇൻഫർമേഷൻ ഓവർലോഡ് പോലെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ സ്വാംശീകരണത്തിൻ്റെ തോത് വളരെ കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പ്രക്ഷേപണ ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭാഷണ ഭാഷയിൽ നിന്നും എഴുത്തു ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെറിയ വാചകങ്ങൾ ഉപയോഗിക്കണം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം. അതായത് വർത്തമാന ഭാഷ, വർത്തമാനകാല ഭാഷ ഒരു സ്വാധീനം ഇതിലേക്ക് വരരുത്. നമുക്ക് പ്രിന്റിൽ നമുക്ക് തീർച്ചയായിട്ടും നീട്ടിപ്പടുത്തി എഴുതാൻ പറ്റും. 10, 30, 40 വാക്ക് വരെ ഉപയോഗിച്ച് വാചകം എഴുതിയാൽ പോലും, അത് സങ്കീർണ വാചകമാണെങ്കിൽ പോലും നമുക്കത് വായിച്ച് മനസ്സിലാക്കാം. പക്ഷെ ഇതാ പണി ചെയ്തു കഴിഞ്ഞാൽ കേൾവിക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. ആദ്യവും അവസാനവും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയാത്ത ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കേൾവിക്കാർ എത്തിച്ചേരുള്ളൂ. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കടുത്ത വാക്കുകൾ, അതായത് നമ്മൾ ശബ്ദധാരാവലിയോ അല്ലെങ്കിൽ പഴയ നമ്മുടെ മലയാള സാഹിത്യത്തിലെ ചില കൃതികളൊക്കെ വായിച്ചിട്ട് അതിനകത്തെ വാക്കെടുത്ത് ഇപ്പോൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ വർത്തമാന ഭാഷയോട് അടുത്ത് നിൽക്കുന്ന, നമ്മുടെ സംസാര ഭാഷയോട് അടുത്ത് നിൽക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുകയും ചെറിയ ചെറിയ വാചകങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ഇത് സാധ്യമാകാതെ വരുന്നത് നമ്മുടെ ഈ ന്യൂസ് റൂമിൽ, പ്രത്യേകിച്ച് റേഡിയോയുടെ ന്യൂസ് റൂമിൽ നമ്മൾ ഒരു 40-50% വിവർത്തനം വഴി ഉണ്ടാക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ഈ വിവർത്തനം ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ ഈ ലോങ് സെന്റൻസുകൾ അവരുടെ ഒരു ഫാഷനാണ്. അതിനകത്ത് 4-5 ആശയങ്ങൾ ഓരോ വാചകത്തിലും ഉണ്ടായിരിക്കും. നമുക്ക് അതേ രീതിയിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെന്റൻസിനെ നമുക്ക് പിടിച്ചാൽ കിട്ടാതെയായി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ 2-3 വാചകങ്ങളായിട്ട് മുറിക്കുക. അങ്ങനെ ചെയ്താൽ വളരെ എളുപ്പമാണ്. ഈ ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്കും സുഖം, വായിക്കാൻ അതിലും സുഖം. നമുക്ക് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ പൊടിപ്പും തൊങ്ങലും ഒഴിവാക്കിയിട്ട് ശുദ്ധമായ ഭാഷയിൽ സംസാരിക്കുക. ഏറ്റവും അധികം പ്രക്ഷേപണ ഭാഷയിൽ നമുക്ക് ഈ വിശേഷണങ്ങൾ ഒഴിവാക്കാം. ചരിത്ര പ്രധാനമായ ബേപ്പൂർ തുറമുഖമെന്നോ അല്ലെ ചരിത്ര പ്രസിദ്ധമായ മിഠായി തെരുവ്, അങ്ങനെയുള്ള വിശേഷണം ആവശ്യമില്ല. കാരണം മിഠായി തെരുവ് അണ്ടർസ്റ്റുഡ് ആണത്. സിൽക്ക് സ്ട്രീറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, പട്ടുതെരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അതൊരു ശരാശരി കേൾവിക്കാരുടെ പോലും അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വിശേഷണം കൊടുക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ ഈ ചോദ്യത്തിൽ തന്നെ കുറെ ഊന്നിയതിന്റെ ഒരു കാരണം എന്തുകൊണ്ട് റേഡിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം എങ്ങനെയാണ് റേഡിയോ ടെലിവിഷനിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. കാരണം വാർത്തകളിൽ നമ്മൾ കൂട്ടിച്ചേർക്കലുകളില്ലാതെ അതിന്റെ സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ആകാശവാണിയുടെ ആധികാരികത. ഇപ്പൊ നമ്മുടെ മുന്നില് വാർത്തകളും വ്യാജ വാർത്തകളും തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക. ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ പലപ്പോഴും ആകാശവാണി ഈ വാർത്തകളിൽ സത്യസന്ധത പുലർത്താനും ആധികാരികത ഉറപ്പുവരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശൈലി എങ്ങനെയാണ് ഇത്രയും കാലങ്ങളായിട്ട് കീപ്പ് ചെയ്തു പോരുന്നത്? ആകാശവാണി വാർത്തയ്ക്ക് അതിൻ്റെതായ ആധികാരികതയുണ്ട്. നമ്മൾ കേട്ട ഒരു വാർത്ത അതേപടി, ഒരു വാർത്ത കണ്ടു അല്ലെങ്കിൽ വാർത്തയെക്കുറിച്ച് അറിഞ്ഞു, ആ വാർത്ത അതേപടി അപ്പം തന്നെ അങ്ങ് കയറ്റി കൊടുക്കുന്ന സ്വഭാവം ഇല്ല. നമ്മൾ അതിൻ്റെ ആധികാരികത പരിശോധിക്കും. ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, അങ്ങനെയാണോ സംഭവിച്ചത്, ആ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാർത്തകളിൽ അധികം തെറ്റായ കാര്യങ്ങൾ പോകാറുമില്ല. അതാണ് ആകാശവാണിയുടെ ആധികാരികതയെപ്പറ്റി
ആൾക്കാരിൽ സംശയം ഇല്ലാത്തത് തന്നെ. സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മള് ലൈവ് ബുള്ളറ്റിനുകളാണല്ലോ. അതെ. ഇന്ന് നമുക്ക് കുറേയും കൂടിയും ടൈപ്പ് ചെയ്ത് ഒക്കെ നല്ല DTP ചെയ്ത വാർത്തയാണ് മുന്നിൽ കിട്ടുന്നത്. അതെ അതെ അതെ. പക്ഷെ നമ്മളൊക്കെ കേട്ടിട്ട് പണ്ട് കാലത്ത് വായിച്ച മനസ്സിലാകാത്ത പ്രമുഖരായ പലരും എഴുതി തരുന്ന വാർത്തകൾ ഓടിപ്പോയി സ്റ്റുഡിയോയിലൊക്കെ പോയി അവതരിപ്പിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു അനുഭവം എങ്ങനെയാണ്? ഉണ്ട്. എനിക്ക് ആദ്യം മുതൽ ആ അനുഭവം ബോധ്യപ്പെട്ടതാണ്. ഡൽഹിയിലെ പ്രവർത്തന കാലത്ത് അവിടെ പിന്നെ കുറച്ചുകൂടി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ 16 ലൈനിട്ട പേജുകളിലാണ് വാർത്ത എഴുതുന്നത്. അതായത് നമ്മളുടെ ഈ സാധാരണ സിംഗിൾ ലൈൻ പേജുകളുണ്ടല്ലോ, സിംഗിൾ ലൈൻ പേജുകളെക്കാളും ഇരട്ടി വലുപ്പത്തിൽ സ്പേസ് ഇട്ടിട്ട് എഴുതുന്ന ഒരുതരം പേപ്പർ. ആ പേപ്പറിലാണ് ഡൽഹിയിലെ വാർത്തകൾ എഴുതുന്നത്. ഇപ്പൊ എഴുത്തൊന്നുമില്ല കേട്ടോ, വാർത്ത എഴുത്തിപ്പോ ഇല്ല, എല്ലാം കീബോർഡിലായി. അപ്പോൾ ഏതായാലും അത്തരം പേജുകളിൽ എഴുതുമ്പോൾ 16 വരികളെ ഉണ്ടാവുള്ളൂ. ഈ 16 വരികളാക്കി ചുരുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അകലമിട്ടത് എഴുതുന്ന സമയത്ത് ഈ വരികൾക്കിടയിലെ അകലമുള്ളത് കൊണ്ട് നമുക്ക് വായിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അവിടെ ഇതേ പ്രശ്നമുണ്ട്. പല ആൾക്കാരാണ് എഴുതുന്നത്, പലരുടെയും കൈയെഴുത്തുകൾ പല രീതിയിലാണ്. വളരെ സംഘർഷഭരിതമായിട്ടുള്ള ടെൻഷനൊക്കെ പറയാൻ വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ആദ്യകാലം തൊട്ട് തന്നെ ഉണ്ട്. ഞാൻ ഡൽഹിയിലെ എൻ്റെ പ്രവർത്തനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലേക്ക് ജോലിക്ക് എത്തിയപ്പോൾ ഇവിടെ അതിലും രസകരമായിരുന്ന അവസ്ഥ. ഞാൻ ആ വരുന്ന സമയത്ത് അന്ന് ഈ പറഞ്ഞതുപോലെ വളരെ ആശയവിനിമയ സംവിധാനങ്ങൾ ഏറ്റവും പരിമിതമായിരുന്നൊരു കാലമായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ ആശയവിനിമയ സങ്കേതം എന്ന് പറയുന്നത് ടെലിഫോണും ടെലിപ്രിന്ററുമാണ്. ടെലിപ്രിന്റർ അറിയാമല്ലോ, ഏതാണ്ട് 24 മണിക്കൂറും ഒരുപാട് ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്ന ഒരു സംവിധാനം, ഒരു യന്ത്രം, മാനുവലാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ വാർത്തകൾ അടിച്ചുകൊണ്ടിരിക്കും. വാർത്ത അടിക്കുന്നില്ല, അത് കിടന്ന് വെറുതെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ വലിയ പേപ്പർ റോളാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പർ റോളിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. ഞങ്ങളിവിടെ കോഴിക്കോട് ആദ്യ കാലത്ത് ആ വാർത്തകൾ മൊഴിമാറ്റം ചെയ്ത് എഴുതിയിരുന്നത് ഈ പേജിന്റെ പിന്നിലാണ്. ഒരു സൈഡിൽ ടൈപ്പ് ചെയ്തതും മറു സൈഡിലെ മഷി പുരളാത്ത ഭാഗത്ത് പേന കൊണ്ട് എഴുതിയും. അല്ല, അതല്ല, മറ്റൊരു വാർത്ത എടുത്തിട്ട് അത് നോക്കി മൊഴിമാറ്റം ചെയ്യും. പേപ്പർ വേസ്റ്റ് ആക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിന് പകരം മേടിക്കുന്ന പേപ്പറിന്റെ തുക കൂടി ലാഭിക്കാമല്ലോ എന്നൊരു ചിന്താഗതി അന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പലപ്പോഴും നോക്കാറുണ്ട്, പല വലിപ്പത്തിലായിരിക്കും പേജുകൾ. പല വലിപ്പത്തിലായിരിക്കും പേജുകൾ. റീഡ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ഞാൻ കീറുന്ന ഒരു സൈസില്, അടുത്തയാൾ കീറുന്ന വേറൊരു സൈസിൽ. അതെ അതെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ കൈയെഴുത്തും കൂടെ ആവുന്ന സമയത്ത് ഒരു സൈഡില് ടൈപ്പ് ചെയ്ത മഷിയുടെ ആ ഇമേജ് ഇപ്പുറത്ത് വരും, അതിന് ഒരു പടർന്നു വരുന്ന മഷി ഇപ്പുറത്തേക്ക് വരും. അതിന് മുകളിലാണ് ഈ പേന കൊണ്ടുള്ള എഴുത്ത്. ചിലരിങ്ങനെ കുനുകുനങ്ങ് എഴുതി കഴിഞ്ഞാൽ ഈ ചില ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനെ കുറിച്ച് പറയാറുണ്ടല്ലോ, അതേപോലെയാണ് എഴുതിക്കൊണ്ട് വരുന്നത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ സീനിയറായിട്ട് പ്രവർത്തിച്ച രത്നേച്ചി, ആര് എത്ര വായിക്കാൻ പറ്റാത്ത രീതിയിൽ എഴുതി കൊടുത്താലും അവരത് വായിക്കും. അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഈ നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് അനുഭവിച്ചവരാണ് ഞങ്ങളൊക്കെ തന്നെ. പല അറിയപ്പെടുന്ന എഡിറ്റർമാരും എഴുതുന്ന സമയത്ത് അവരുടെ കൈപ്പട തീരെ വായിക്കാൻ പറ്റാത്ത കൈപ്പടകളായിരുന്നു. ഈ കൈപ്പട മനസ്സിലാകാതെ പോയിട്ട് വാർത്ത ബ്രേക്ക് ആവുക അങ്ങനെയൊക്കെ ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ആ ഒരു ടൈം മാനേജ് ചെയ്യുന്നത്? അത് ഈ പറഞ്ഞ പോലെ അവിടെ നിൽക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് തെറ്റായിട്ടൊരു കാര്യം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നു പോകും. സഡൻ ബ്രേക്ക് ഇട്ടാൽ അവിടെ നിന്നു. പിന്നീട് ആ വാക്ക് എവിടെയാണോ തെറ്റുപറ്റത് ആ വാക്ക് തൊട്ട് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വായിക്കും. അങ്ങനെ ആദ്യകാലത്തേക്കൊക്കെ ഒരുപാട് റെപ്പിറ്റേഷൻ വന്നിട്ടുണ്ട്. പിന്നീട് അത് കുറേയൊക്കെ ഇവരുടെ കൈയെഴുത്തുമായിട്ട് നമ്മൾ പരിചിതരാകുകയും എഴുതുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാവുകയും ചെയ്യുമ്പം അത് ചില സമയത്ത് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ടങ്ങ് വായിക്കും. അങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ്. അവിടെ നമ്മൾ ഫില്ല് ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ വാർത്തയിൽ നമുക്ക് നല്ല മനസാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ഇത് നമ്മൾ മാത്രം എഴുതുന്നൊരു വാർത്തയാണ്, കുഴപ്പമില്ല. പലരും എഴുതിയ ഇത് ഒരേ സമയത്ത് വാർത്തയൊക്കെ ആയിരിക്കുമല്ലോ. ഒരേ സമയത്ത് 3-4 പേരിരുന്ന് എഴുതുന്ന വാർത്തകളാണ്. ഈ 4 പേര് എഴുതുമ്പം അതിനകത്ത് മറ്റൊരു ഈ വ്യാകരണപരമായ അല്ലെങ്കിൽ
ഭാഷാശാസ്ത്രപരമായ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളെല്ലാവരും എഴുതുന്ന മലയാളമാണെങ്കിലും നമ്മളിൽ ഓരോരുത്തരുടെയും മലയാളം ഓരോ തരത്തിലായിരിക്കും. വ്യക്തിഭാഷ ഒരേ ഭാഷ നമ്മൾ എഴുതിയാൽ പോലും അത് 3 പേര് എഴുതി കഴിഞ്ഞാൽ 3 വിധമായിരിക്കും. സിന്റാക്സ് വാക്യഘടനയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. അത് ആ ഭാഷയെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ബോധമുണ്ടല്ലോ, ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ പലപ്പോഴും ഒരേ കാര്യം 3 പേര് എഴുതി കഴിഞ്ഞാൽ അത് 3 വിധത്തിലായിരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. എൻ്റെ മനസ്സിലെ ഒരു ഭാഷാബോധത്തിന് നിരക്കാത്ത ഒരു സ്ക്രിപ്റ്റാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ എനിക്കത് വായിച്ച് ഫലിപ്പിക്കാൻ പറ്റാതെ വരും. പണ്ടൊക്കെ ഞങ്ങൾ അതിനെ മുകളിൽ തിരുത്തി എഴുതിയൊക്കെ മാനേജ് ചെയ്യുമായിരുന്നു. എങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഒരിടത്തും വായിച്ചെത്തിക്കാൻ പറ്റാത്ത അവസ്ഥ പോലും അല്ല. ഈ ഇപ്പൊ നമ്മളിപ്പോ ഈ തിരുത്തുന്ന ഫയൽ തന്നെയാണോ റീഡറുടെ മുന്നിലേക്ക് വരുന്നത്? അതോ പിന്നീട് റീകാസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതാണ് രസം. ഇത് ഈ തിരുത്തുന്ന സമയത്ത് അതിനുശേഷം മാറ്റി എഴുതാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ തിരുത്തിയ സാധനമായിട്ടാണ് പോവുക. ചില സമയത്ത് നമ്മൾ തിരുത്തിയത് നമുക്ക് തന്നെ വായിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി തിരക്കിട്ട് എഴുതുന്ന സമയത്ത്. അങ്ങനെ പോലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും പ്രാരംഭ കാലഘട്ടമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ന്യൂസ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ഓട്ടോമേറ്റഡ് ആണ്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പൊ സാറിനെ സംബന്ധിച്ച് സാറിന്റെ ലൈഫിലേക്ക് കൂടി ഒന്ന് പോവാണ്. അപ്പോൾ സാറ് ശരിക്കും ഇപ്പോൾ റേഡിയോയുടെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു സമയമാണ് സാറ് റേഡിയോയിലേക്ക് വരുന്നത്. 95 കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ റേഡിയോ വാർത്തകൾ തന്നെ അധികം ആളുകളിലേക്ക് എത്തുന്നുള്ളൂ. ടി വി ഒക്കെ അന്ന് അപൂർവമാണല്ലോ, പിന്നെ പത്രമാധ്യമങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതിനൊരു ഗ്ലാമറസ് ഉണ്ട് ആ ഒരു കാലത്ത്. ഇപ്പൊ റേഡിയോ ആഗ്രഹിച്ച് വന്ന ഒരു ജോലി തന്നെയാണോ? റേഡിയോയിൽ വരണം എന്നുള്ളത് എൻ്റെ വലിയ കാലത്തൊരു ആഗ്രഹമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിരുദ പഠനകാലത്ത് തന്നെ എനിക്ക് റേഡിയോ കണക്ഷൻ ഉണ്ടായിരുന്നു. റേഡിയോ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂർ ശ്രീകേരളവർമ്മ കോളേജിലാണ് മലയാളം ബിരുദാനന്ദ ബിരുദത്തിന് ചേർന്നത്. ആ സമയത്ത് തന്നെ തൃശ്ശൂരെ ആകാശവാണി നിലയവുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് കഥകളും കവിതകളും ധാരാളം എഴുതുന്ന കുറെ മുമ്പ്, അതായത് ഞാൻ MA പഠിക്കുന്നത് ഏത് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 87, 88, 89 ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അത്യാവശ്യം പറഞ്ഞതുപോലെ ആ പ്രായത്തിലുള്ള ശരാശരി മലയാളി വിദ്യാർത്ഥിയുടെ ശീലമായിരുന്നു ഒരു കഥ എഴുതുക അല്ലെങ്കിൽ കവിത എഴുതുക എന്നുള്ളത്. അപ്പോൾ ഏതായാലും ആ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഞാനും കുറെ അധികം കഥകളും കവിതകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ചില പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ആകാശവാണി നിലയവുമായിട്ട് ബന്ധപ്പെടുകയും അന്ന് അവിടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്ന ഇപ്പോഴത്തെ ഒരു പ്രശസ്ത ചാനൽ പ്രവർത്തകനായ R. ശ്രീകണ്ഠൻ നായർ SKനുമായിട്ടുള്ള ബന്ധം. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ പ്രക്ഷേപണ ലോകത്തേക്ക് എന്നെ കൈപിടിച്ച് നയിച്ചത്. ഒരുപാട് അവസരങ്ങൾ തന്നു. അന്ന് കുക്കു പരമേശ്വരന് ഒരു സംസ്ഥാനത്തെ മികച്ച സഹനടി പുരസ്കാരം കിട്ടിയപ്പോൾ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ എന്നെയാണ് വിളിച്ചത്. അപ്പൊ അങ്ങനെ അദ്ദേഹമാണ് എന്നെ ശരിക്കും ഈ ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ചത്. അസൈൻമെന്റുകളായിട്ട് കോൺട്രാക്റ്റുകളായിട്ട്. അതെ. അപ്പൊ അതിനൊക്കെ അന്നൊക്കെ റേഡിയോയിൽ നമ്മൾ പോയി ഒരു ഇന്റർവ്യൂ നടത്തിയാൽ, ഒരു കഥ അവതരിപ്പിച്ചാൽ, ഒരു കവിത വായിച്ചാൽ സാമാന്യം നല്ലൊരു തുക കിട്ടും. ഒരു 100, 150, 200, 250 രൂപയൊക്കെ അന്ന് നമുക്ക് കിട്ടുമായിരുന്നു. വലിയ തുകയാണ്, ഒരു വലിയ തുകയാണ്. അപ്പോ അങ്ങനെ അതും ഒരു പ്രോത്സാഹനമായിരുന്നു. അങ്ങനെ കുറെ അധികം കഥകളും കവിതകളും ഒക്കെ ഞാൻ കവിതകൾ അവതരിപ്പിച്ചിട്ടില്ല, കവിതകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറയും, ഞാൻ എഴുതാം, പക്ഷെ എന്നോട് കവിത ആലപിക്കാൻ മാത്രം പറയരുത്, അതിന് എനിക്ക് കഴിവില്ല എന്ന് പറയും. അതായത് ആദ്യം അദ്ദേഹം അതിനെ കുറച്ച് മടിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു. ഞാൻ അയച്ചു കൊടുക്കുന്ന കവിതകള് നിലയത്തിലെ ഗായകരെ കൊണ്ടോ അല്ലെങ്കിൽ കവിത നന്നായി ആലപിക്കുന്നവരെ കൊണ്ടോ അദ്ദേഹം വായിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. കഥ ഞാൻ വായിക്കാം. കഥ വായിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ ധാരാളം വായിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ആകാശവാണിയുടെ സ്റ്റുഡിയോയ്ക്ക് അന്നൊക്കെ കയറുന്ന സമയത്ത് വളരെ ഹൃദ്യമായ ഒരു ഗന്ധമുണ്ട്. ഞാനിവിടെ വന്ന് ഇവിടുത്തെ കോഴിക്കോട് ആകാശവാണിയിൽ കയറുമ്പോഴും എനിക്ക് ആ ഗന്ധം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പ്രത്യേക ഗന്ധമാണ്. അത് ഉപയോഗിക്കുന്ന ലോഷന്റെ സ്മെല്ലാണോ അതോ ആ സ്റ്റുഡിയോയുടെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ആകാശവാണിയുടെ ആ സ്റ്റുഡിയോ കോംപ്ലക്സിലേക്ക് കയറുമ്പം ഒരു നമ്മളെ ആകർഷിക്കുന്ന ഒരു ഗന്ധമുണ്ട്.
അത് തിരുവനന്തപുരത്ത് ഈ ഇതിന്റെ ന്യൂസ് റീഡർ ടെസ്റ്റിന് പോയ സമയത്തും അവിടെയും ഇതേ ഗന്ധമായിരുന്നു. ഏതായാലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഒരേ ഈ വൃത്തിയാക്കുന്ന ലോഷൻ ആവില്ല. ഏതായാലും അത് ആ സ്റ്റുഡിയോയ്ക്ക് ഒരു പ്രത്യേക ഗന്ധം, ആ ഗന്ധം എനിക്ക് വലിയ സ്റ്റുഡിയോ നിർമ്മാണത്തിലെ മെറ്റീരിയൽസ് അങ്ങനെ എന്തോ ഒന്നുണ്ട്. എനിക്കത് വളരെ ഹൃദ്യമായൊരു ഗന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും തൃശ്ശൂർ നിലയത്തിലെ ഈ കഥകളും ഒക്കെ അവതരിപ്പിക്കാൻ പോകുന്ന സമയത്ത് അവിടുന്ന് സ്റ്റുഡിയോയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ തോന്നില്ല. അത്ര ഞാനതിനെ ആസ്വദിച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ന്യൂസ് റീഡറെ പോസ്റ്റിലേക്ക് ഉള്ള പരസ്യങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ കണ്ടു, ഒരു തവണ കണ്ടു, അപേക്ഷിച്ചു. തിരുവനന്തപുരത്ത് പരീക്ഷയ്ക്ക് ഹാജരാകാൻ ഹോൾ ടിക്കറ്റ് കിട്ടി. അത് ഈ ന്യൂസ് റീഡറുടെ പരീക്ഷ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ആദ്യം എഴുത്തു പരീക്ഷയാണ്. എഴുത്തു പരീക്ഷ എന്ന് വെച്ചാൽ ജനറൽ നോളജ്, പിന്നെ ട്രാൻസ്ലേഷൻ, പിന്നെ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നൊരു കാര്യം. അങ്ങനെ ഒരു 4-5 തരം ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. നമ്മൾ അതിന് ആൻസർ ചെയ്ത് അതിൻ്റെ ഉത്തരക്കടലാസ് ചിലപ്പോൾ അന്ന് തന്നെ വാല്യൂ ചെയ്ത് വൈകുന്നേരം ഫലമിടും. അതിൽ വിജയിച്ചവരുടെ പേര് ലിസ്റ്റ് ഇടും. അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ലിസ്റ്റ് ഇടുക. നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുന്ന രീതിയാണ് അനുവർത്തിച്ചിരുന്നത്. അന്ന് മൊബൈൽ ഫോണില്ല. അതെ, നമ്മളിനി ടെലിഫോണിൽ വിളിച്ച് ചോദിച്ചാൽ പോലും അത് ഫോൺ എടുക്കുന്ന ആളുടെ റിസൾട്ട് ഉണ്ടായെന്ന് വരില്ല. അപ്പൊ നമ്മൾ പോയിട്ട് നോട്ടീസ് ബോർഡിൽ നോക്കണം. നോട്ടീസ് ബോർഡിൽ പോയി പരീക്ഷ എഴുതിയിട്ട് നമുക്ക് പോരാൻ പറ്റില്ല. നമ്മൾ പരീക്ഷ എഴുതാൻ പോയാൽ കുറഞ്ഞത് 3 ദിവസം അവിടെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പിറ്റേന്ന് നമ്മള് വോയിസ് റിട്ടേൺ ടെസ്റ്റ് പാസ്സായ ആൾക്കാർക്ക് വോയിസ് ടെസ്റ്റാണ് പിറ്റേന്ന്. ഈ വോയിസ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ്. നമുക്ക് ഉച്ചരിക്കാൻ പ്രയാസം വരുന്ന കുറേ വാക്കുകൾ, നല്ല കട്ടി വരുന്ന വാക്കുകൾ, പിന്നെ നീണ്ട ഈ സമസ്ത പദങ്ങൾ, ഈ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട പദങ്ങൾ, അങ്ങനെ കുറേ, പിന്നെ ഈ ടങ് ബസിൽസ് പോലെ വരുന്ന ചില തെറ്റുവരുത്താവുന്ന ചില വാക്കുകൾ, ഇതെല്ലാം ഉണ്ട്. ചില കൊച്ചു കൊച്ചു വാചകങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ വായിക്കണം, ശരിയായ രീതിയിൽ അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിക്കുന്നതാണ് ശബ്ദപരിശോധന. ആ ശബ്ദപരിശോധനയിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് ഇന്റർവ്യൂ. അത് മിക്കവാറും ശബ്ദപരിശോധനയുടെ റിസൾട്ട് വരുന്ന ദിവസം, അല്ലെങ്കിൽ പരമാവധി പോയാൽ അതിന്റെ പിറ്റേ ദിവസം. ഇന്റർവ്യൂ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ പൊതുവിലുള്ള നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമുക്ക് ഈ പ്രക്ഷേപണത്തിനോട് എത്രത്തോളം നമ്മുടെ ഭാഷ അടുത്ത് നിൽക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, നമുക്ക് എത്രത്തോളം അറിവുണ്ട്, പൊതു കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്റർവ്യൂവിലുള്ളത്. സമഗ്രമായ പരിശോധനയാണ്. കാരണം ഈ അന്ന് ഒരു തവണ പരീക്ഷയ്ക്ക് ഇന്റർവ്യൂവിന് എക്സ്പെർട്ടായിട്ട് വന്നത് ഡോക്ടർ എം ലീലാവതിയാണ്. അതെ. മറ്റൊരു തവണ എക്സ്പെർട്ടായിട്ട് വന്നത് പി ഗോവിന്ദപിള്ളയാണ്. ഇങ്ങനെ പ്രമുഖരായ ഒരുപാട് പേരാണ് ഇതിൻ്റെ ഇന്റർവ്യൂ വിധികർത്താക്കളായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മുടെ ഈ പണികളൊന്നും ഏൽക്കില്ല. കാരണം അവര് അതിൻ്റെ ഭാഷയെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആൾക്കാരാണ് അവര്. അവർക്ക് മുമ്പിൽ നമുക്ക് ഈ ഒടിയന്റെ മുന്നിൽ മായം കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതേപോലെയാണ്. സാർ, എനിക്കൊന്നു മലയാളത്തിൽ തന്നെ ആയിരുന്നില്ലേ ബിരുദം? അതെ, ബിരുദം മലയാളത്തിലല്ല. ഞാൻ BSc സുവോളജി ആയിരുന്നു. ഞാൻ ആലത്തൂർ ശ്രീനാരായണ കോളേജിലാണ് ബിരുദം കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം അന്ന് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആണല്ലോ. മലയാളത്തിന് നല്ല മാർക്കുണ്ടായിരുന്നു. ഒരു ഹൈ ഫസ്റ്റ് ക്ലാസിൻ്റെ മാർക്ക് ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അന്ന് മലയാളത്തോട് വളരെ താല്പര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എഴുത്തിൻ്റെ ഒരു അസുഖം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൂടുതലും മലയാളം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആവശ്യമെങ്കിൽ എനിക്ക് നാട്ടിക SN കോളേജിൽ സുവോളജിക്ക് സീറ്റ് കിട്ടുമായിരുന്നു. എന്നിട്ട് പോലും ഞാൻ തൃശ്ശൂർ കേരളം കോളേജിൽ പോയിട്ട് മലയാളം MA-ക്കാണ് അപേക്ഷിച്ചത്. പിന്നെ ഞാൻ ഈ MA-ക്ക് ശേഷം ഇപ്പോഴത്തെ മീഡിയ അക്കാദമി കാക്കനാട്, കൊച്ചി, അന്നത് പ്രസ് അക്കാദമി, പ്രസ് അക്കാദമിയുടെ PG ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് ചേർന്നു. അവിടെയും ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിലെ പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. അവിടെയും ലീലാവതി ടീച്ചർ എൻ്റെ ഗുരുവായിരുന്നു, അധ്യാപികയായിരുന്നു. അങ്ങനെ ഒരുപാട് പേര്, ഒരു വളരെ പ്രശസ്തരായ എഴുത്തുകാര്, ഭാഷാ പണ്ഡിതര്, ഇവരൊക്കെ വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ PG ഡിപ്ലോമ എടുത്ത് വരുമ്പോഴേക്കും ഈ വാർത്താ ഭാഷ എന്താണെന്ന ഒരു വ്യക്തമായ ബോധം എനിക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ അന്ന് പ്രസ് അക്കാദമിയിൽ ട്രാൻസ്ലേഷന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു.
ദേശാഭിമാനിയിൽ ദീർഘകാലം ചീഫ് അസിസ്റ്റന്റ് എഡിറ്റർ തസ്തികയിൽ ഇരുന്ന ആളാണ് CV പാപ്പച്ചൻ. വളരെ പത്രലോകത്തിന് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹം ഒരു പാസേജ് തന്നിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അസൈൻമെന്റ് തരും. നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് കാണിക്കുമ്പോൾ തന്നെ ആദ്യം അദ്ദേഹം പേപ്പർ കയ്യിൽ മേടിച്ചിട്ട് ആദ്യം ചെയ്യുന്നത് ചുവന്ന് വെച്ചിട്ട് വെട്ടുവിട്ട് എന്നിട്ട് ഓരോ വാക്ക് എടുത്തിട്ട് പറയും ഇതിവിടെ എന്താണ് ഇതിന്റെ ആവശ്യം, ഈ വാക്ക് കളഞ്ഞാൽ ഈ ട്രാൻസ്ലേഷൻ എന്താ കുഴപ്പമുണ്ടാകുന്നത്. അതുപോലെ ഇങ്ങനെ ചുരുക്കി എഴുതി തരും. എന്നിട്ട് നമ്മൾ ഈ തിരുത്തി എഴുതിയ പേപ്പർ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി അദ്ദേഹം വീണ്ടും അത് വെട്ടും, എന്നിട്ട് വീണ്ടും അതിനെ മോഡിഫൈ ചെയ്യും. അപ്പോൾ ആദ്യ കാലത്തൊക്കെ ഞങ്ങൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യായാമം, ആ ഒരു എക്സർസൈസ് ഒരുപാട് ഗുണം ചെയ്തു. അപ്പൊ നമ്മളൊരു വാചകം വായിക്കുമ്പോൾ അതിനകത്ത് ആവശ്യമുള്ളത് ഏത്, അനാവശ്യമായത് ഏത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. ഭാഷയെ അതിന്റെ സംശുദ്ധിയോടുകൂടി മാത്രമല്ല CV പാപ്പച്ചൻ എഴുതിയ പല ലേഖനങ്ങളും ഞാൻ അതിനുശേഷം വായിച്ചു. നമുക്ക് അതിനകത്തൊരു വള്ളിയോ പുള്ളിയോ പോലും മാറ്റാനില്ല, അത്രയും പെർഫെക്റ്റ് എഡിറ്റിംഗ് ആണ്. അപ്പൊ അതുപോലെ ഒന്നും നമുക്കിപ്പോഴും ഒരു ഖണ്ഡിക എഴുതാൻ പറ്റില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. സാറിപ്പം പറഞ്ഞു അന്ന് റേഡിയോയിലൂടെ ആഗ്രഹിച്ചിട്ടാണ് റേഡിയോയിലേക്ക് വരുന്നത്, കഥകൾ അവതരിപ്പിച്ചത്. അപ്പൊ സാറ് ഒരു കഥയും കവിതയും ഒക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോ സാറിന്റെ ശബ്ദം മാത്രമല്ലേ ആളുകൾ കേൾക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ നല്ലൊരു കവിത അവതരിപ്പിച്ചിട്ട് നമ്മളാണ് ഇത് അവതരിപ്പിച്ചതെന്ന് ആരും അറിയാതിരിക്കുന്ന ഒരവസ്ഥ. ഒരു വാർത്താമുറിയിൽ പോകുമ്പോ പെട്ടെന്നൊരു ദുരന്ത വാർത്തയൊക്കെ വരുമ്പോ നമ്മൾ പതറിപ്പോവാറുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പതറിപ്പോകുന്ന വെച്ചാൽ ദുരന്തങ്ങൾ ഏത് വന്നാലും അപ്പോൾ പെട്ടെന്ന് ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് മദർ തെരേസ പാസ്ഡ് അവേ. അവിടെ ചെന്നപ്പോഴും എനിക്ക് തോന്നി ഇനി അഥവാ ഈ സുനാമി അടിച്ച് ഇപ്പം വെള്ളം മുങ്ങുകയാണെങ്കിൽ ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഇരുന്ന് തീർച്ചയായിട്ടും. അതെ, ഞാൻ ആലോചിച്ചു ഈ സ്റ്റുഡിയോയ്ക്ക് പുറത്തൊക്കെ വെള്ളം നിറഞ്ഞ് ഓരോ ചാനലുകളും ഓരോ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. ചാനൽ തുറന്ന ഫുൾ ടൈം ബ്രേക്കിംഗ് ന്യൂസ്. അതെ. പക്ഷെ ഒരു കാലത്ത് ആകാശവാണി മാത്രമല്ലേ ഇതൊക്കെ അറിയിക്കാനുണ്ടായിരുന്നു. അന്നത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് രീതി എങ്ങനെയായിരുന്നു? കാരണം അന്നൊക്കെ ജേർണലിസം എന്ന് പറഞ്ഞാൽ ശരിക്കും മേലനങ്ങി പണിയെടുക്കേണ്ട ഒരു കാലഘട്ടം തന്നെയായിരുന്നു. നമ്മൾ എഴുതി കൈമെടുത്തിട്ടുണ്ട്. ആകാശവാണിയിൽ ഒരു വാർത്ത പറഞ്ഞാൽ അത് ആധികാരികമായിരിക്കും, അവർക്ക് തെറ്റ് പറ്റില്ല എന്ന വിശ്വാസം. ചാനലുകൾ തമ്മിൽ ഒരു മത്സരം വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സത്യമായാലും അസത്യമായാലും ആദ്യം കൊടുക്കുക. ആകാശവാണിയിൽ അങ്ങനെ ഒരു വാർത്ത, ആധികാരികതയില്ലാത്ത ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തവർ കൊടുക്കും. waytonikah.com, the exclusive Muslim matrimonial site.